പിന്നെ സെഷനിൽ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച ചോദ്യമാണ് CRP കുറിച്ചുള്ള വീഡിയോൻ്റെ കേട്ടോ. CRP 124 ആയാൽ വല്ല ഇഷ്യൂ ഉണ്ടോ സാറേ, എനിക്ക് പനി ഇതുകൊണ്ട് കൂടുമോ എന്നുള്ളതാണ്. CRP കുറിച്ചുള്ള വീഡിയോ കണ്ടാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞുതരാം. CRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അത് ഒരു രോഗമല്ല. CRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നീർവീക്കം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മാർക്കറാണ്. മനസ്സിലായില്ലേ? ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്. അതൊരു അസുഖത്തെക്കുറിച്ചുള്ള എക്സാക്റ്റ് ആയിട്ടുള്ളൊരു പ്രഡിക്ഷൻ അത് നടത്തുന്നില്ല. എന്തോ ഒന്ന് നമ്മുടെ ശരീരത്തിൽ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പം ഒരു ഇൻഫ്ലമേഷൻ മാറുന്ന സ്റ്റേജിലും CRP കുറിച്ച് ആയി നിൽക്കാം. ഇപ്പോൾ ഈ റിയാക്റ്റീവ് പ്രോട്ടീനിലെ CRP 124 ആയി എന്ന് വെക്കുക. ഇതും എപ്പോഴും ഇതൊരു അപകടമുള്ളൊരു കാരണത്തിന് വേണ്ടിയുള്ള സൂചനയൊന്നും നൽകുന്നില്ല. അത് എന്തോ ഒരു മോഡറേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഫെക്ഷൻ, എന്തെങ്കിലും ശരീരത്തിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, നീർവീക്കുണ്ട് എന്നുള്ള സൂചന. ചിലപ്പം വൈറൽ ഫീവർ കൊണ്ട് വരാം, ചിലപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയൽ അണുബാധ കൊണ്ടായിരിക്കാം, ചിലപ്പം ന്യൂമോണിയ ഉണ്ടെങ്കിൽ വരാം, ചിലപ്പം മൂത്രപ്പഴുപ്പ് കൊണ്ട് വരാം, ചിലപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷനൊക്കെ ആയിട്ടോ, അങ്ങനെ പലതുകൊണ്ടും ചിലപ്പോൾ CRP ഇങ്ങനെ കൂടി നിൽക്കാം. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ പനി ട്രീറ്റ് ചെയ്യുന്നത് ഈ CRPയുടെ വാല്യൂ വെച്ചിട്ടല്ല. അതിന് കാണുന്ന ലക്ഷണങ്ങൾ, എക്സാമിനേഷൻ ഫൈൻഡിങ്ങിൽ, മറ്റ് ടെസ്റ്റുകൾ, റിപ്പോർട്ടുകൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഈ CRP കൂടി നിൽക്കുന്നു. എങ്ങനെയാണ് ഈ CRP ഇപ്പോൾ 124 സ്റ്റേജിൽ നമുക്ക് ഒരു വറീഡ് ആവേണ്ടത്? ശക്തമായിട്ടുള്ള പനി തുടരുന്നൊരു സാഹചര്യം, ശ്വാസം മുട്ടൽ, ബ്രീത്ത്ലെസ്നെസ്, നെഞ്ചിലൊക്കെ ഒരു ജാതി പൊറുതിയേട് അനുഭവപ്പെടുക, ശക്തമായിട്ടുള്ള ക്ഷീണം, യൂറിൻ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം, തീർച്ചയായിട്ടും അത്തരം ഘട്ടത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. CRP എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗത്തോണ്ടല്ല, അതൊരു എന്തോ ഒരു ഇൻഫ്ലമേഷൻ, ഒരു നീർവീക്കം നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ്. അത് കണ്ടെത്തുക, അതിനെ ട്രീറ്റ് ചെയ്യാതെ ക്ലിയർ ആയിക്കോളും. ഈ 124 CRP അതുപോലെ CRP കൂടി നിൽക്കുന്ന ആളോട് ഞാൻ പറയാം, പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഡോക്ടർക്കാണ്, അവരതിനനുസരിച്ചുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ആ CRP അങ്ങ് കുറഞ്ഞു പോകും. ഒരു ഇൻഫെക്ഷനോ അതിൻ്റെ അണ്ടർലൈൻ കോസോ ട്രീറ്റ് ചെയ്തിട്ട് എത്ര സമയമെടുക്കും CRP കുറഞ്ഞു വരാൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മോസ്റ്റ് ഇൻഫെക്ഷനിലും CRP ഒരു 3-5 ദിവസം പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു വരും. ഇത് ഒരു നോർമൽ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് 1-3 ആഴ്ച കണ്ടിട്ടാണ്. അതിൻ്റെ കാരണത്തിനനുസരിച്ചായിരിക്കും അത് കുറഞ്ഞു വരിക. വാദമൊക്കെ ഉള്ളവർക്കാണ് പിന്നെയും കുറച്ചുകൂടി സമയമെടുക്കും. എത്ര വേഗത്തിലാണ് കുറഞ്ഞു വരുന്നുള്ളത്, അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ അനുസരിച്ച്, ചിലപ്പോൾ വൈറലോ ബാക്ടീരിയലോ, അസുഖം സിവിയർ ആണോ, പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ചിലപ്പോൾ കറക്റ്റായിട്ടില്ലെങ്കിൽ, പിന്നെ ഡയബറ്റീസ്, കിഡ്നി ഡിസീസൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അതിനനുസരിച്ചായിരിക്കും അത് കുറഞ്ഞു വരിക. CRP നമ്മളൊന്നും ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതി.